മാധ്യമങ്ങളിൽ വരുന്നതിനോട് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി ശരിയാണ്. ചില ആളുകളുടെ പേര് ഇന്ന് പറയുന്നു, നാളെ പറയുമ്പോൾ ഇതേ അല്ലാതെന്നും പറയുന്നുണ്ട്. അപ്പം കറക്റ്റ് വിധി വരുന്ന എന്താണോ അതിനനുസരിച്ച് അവർക്കൊക്കെ ശിക്ഷ കിട്ടും. ചർച്ചകൾ വരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും വരട്ടെ, കറക്റ്റ് ആയിട്ടുള്ള വിധി വരണം. ബേസിക്കലി എന്നെ കാണുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതായിരിക്കുള്ളൂ എവിടെയോ ഞാൻ പോവും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നാലോചിക്കും, നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്തിട്ട് നമുക്ക് ശമ്പളം കൊടുത്തില്ല. മമ്മൂക്കയുടെ എൻട്രി, മമ്മൂക്ക വരുന്നത് ദൂരത്ത് നിന്ന് ഇങ്ങനെ ഒരു നോട്ടം, ഭയങ്കര ഷാർപ്പ് ലുക്കാണ് നോക്കുന്നത്. നമുക്ക് വേണ്ടത് നിങ്ങളൊരു ആക്ടർ അല്ലേ? ആ അതെ, ക്വീനിലൊക്കെ അല്ല, നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഈ അടുത്തിറങ്ങിയായിരുന്നല്ലോ, കളർ പടം. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ. എൻ്റെ അമ്മോ, ഭയങ്കര സാധാരണക്കാരനായ സിനിമാക്കാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു വളരെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞാൻ മോളിൽ വെച്ചിട്ടാണെങ്കിലും തിയേറ്ററിൽ വെച്ചിട്ടാണെങ്കിലും സ്ഥിരമായി കണ്ടുവരുന്ന ഒരു മുഖമാണ്. എങ്ങനെയാണ് അങ്ങനെ ഞാനൊരു സെലിബ്രിറ്റി ആണെന്നുള്ള ഒരു ഇതും തോന്നാണ്ട് ആളുകൾക്കിടയിൽ പച്ചയായ മനുഷ്യനായി നടക്കാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ്. ഞാനങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് സിനിമ ചെയ്ത് തിരക്കുള്ള ഒരാളൊന്നുമല്ല. എനിക്ക് ഒരുപാട് സമയം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയെല്ലാം ഫസ്റ്റ് ഡേ പോയി കാണും. പിന്നെ നമുക്ക് സിനിമ കാണണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ പറ്റും. പിന്നെ ഇതിൽ ഇന്നത്തെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ നമ്മൾ എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ആളുകളെന്ന് അറിയുന്നത് നമ്മൾ ആളുകളുടെ അടുത്ത് ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് നേരെ സിനിമ അഭിനയിക്കാൻ പോകുന്നത് തിരിച്ചു വരുന്നത് തന്നെയാണ് ഞാൻ എങ്ങനെ അറിയുന്നത്. ഇതാകുമ്പോഴാണ് നമ്മൾ നടക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കാണുന്നുണ്ട്. ഈ ബേസിക്കലി എന്നെ കാണുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇതായിരിക്കുള്ളൂ എവിടെയോ ഞാൻ പോവും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ എവിടെയോ എന്ന് പറഞ്ഞ അവര് അറിയുന്നത് തന്നെ ക്യൂന് തന്നെ മതി നമുക്ക്. ആ ഒരു ലാലേട്ടന്റെ അത് ഭയങ്കര ഒരു ഐഡന്റിറ്റി എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബേസിക്കലി ഞങ്ങളൊരു കൂട്ടുകാര് സംഘമുണ്ട്. ഞങ്ങളെല്ലാം നോർമലി പടം ഇറങ്ങുന്നു, സിനിമ, ഫുഡ് കഴിക്കുക, ഈ ഫുഡ് പരിപാടിയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ കൊച്ചിലായോണ്ട് ഇപ്പോഴും കാണും. അതുപോലെ തന്നെ ഇപ്പൊ ചിരി, ഇപ്പൊ ക്യാരക്ടറിന്റെ ഒരു ഇത് പറഞ്ഞു, അതില് ഈ ചിരിന്റെ ഒരുപാട് അത് അശ്വിന്റെ ക്യാരക്ടർ ആകുമ്പോ അത് ചിരിച്ച് വല്ലതും ചെയ്തോളും. മീൻസ് ആ ഒരു ക്യാരക്ടർ എപ്പോഴും ചിരി, ഒരു കോമഡി റോൾ തന്ന് ഒതുക്കുന്നതിൽ നിന്ന് നടനാവണോ എന്ന് ചോദിച്ച ഡോക്ടറോട് നടനല്ല എനിക്ക് ഹീറോ ആവണം എന്ന് പറഞ്ഞ ആള് ഇപ്പൊ അങ്ങനെ ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. ഒരു സിനിമയില് നല്ല ഹീറോ ആയിട്ട് നിൽക്കുമ്പോ അതെങ്ങനെയാണ് തോന്നുന്നത്? അല്ല, ആക്ച്വലി എൻ്റെ അടുത്ത് ആ ഡോക്ടർ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സിനിമ കുറിച്ച് എഴുതുമ്പോ ഞാൻ മമ്മൂക്കയെ പറ്റി ഇങ്ങനെ കുറെ എഴുതി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണോ, അതാണെന്നോ അങ്ങനെ ജസ്റ്റ് എനിക്കിപ്പോ ഞാൻ പറയാം, എനിക്ക് ജസ്റ്റ് സിനിമയിൽ വന്ന് അഭിനയിക്കുക എന്നുള്ളതല്ല. എനിക്ക് ഹീറോ ആവണം എന്ന് പറയുന്നത് എനിക്കൊരു എൻ്റെ ആക്ടർ കൊതി അത്ര ഉണ്ട്. എനിക്ക് അത്രയും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതാണെന്ന് അതിൻ്റെ ഒരു ഡ്രീം. പതിയെ പതിയെ അതിലേക്ക് എത്തിത്തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുന്നത്തെ സിനിമ ഞാൻ എഴുതി ചെയ്തതാണ്. അപ്പോൾ ഇത് വേറെ ഒരാളുടെ സിനിമയിൽ ചെയ്യുന്നു. ആ സിനിമയിൽ നമുക്ക് ഇഷ്ടമുള്ള റോള് തരുന്നു, നമുക്ക് ശമ്പളം തരുന്നു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. എന്നാലോചിക്കും, നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്തിട്ട് നമുക്ക് ശമ്പളം കൊടുത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷത്തിലാണ്, ആ ഡ്രീമാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു പണികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു തന്ന പോലെ ഈ നെഞ്ചിനകത്ത് ലാലേട്ടനെ കൊണ്ടുവന്നൊരു മമ്മൂക്ക ഫാനാണ്. ആ മമ്മൂക്ക എത്രത്തോളാണ് ഇൻസ്പയർ ലൈഫിൽ? എന്റെ ഇപ്പം ഇന്റർവ്യൂ ഇപ്പൊ എന്റെ വീട്ടുകാരോടോ ആരോടൊക്കെ ചോദിച്ചാൽ അവര് പറയുന്നത്, ഞാൻ ഒരു ദിവസം പോലും മമ്മൂക്കയെ പറ്റി പറയാതെ ഒരു ദിവസം പോലും, ചുമ്മാ പറഞ്ഞല്ല, ഡെയിലി ഉണ്ടാവും എനിക്ക് മമ്മൂക്കയെ പറ്റി എന്തെങ്കിലും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും, മമ്മൂക്കയുടെ ആ പടം, മമ്മൂക്കയുടെ ഈ പടം, അല്ലെങ്കിൽ മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഇന്ന് അങ്ങനെ ചെയ്തു. ഇത് എൻ്റെ ലൈഫിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ മമ്മൂക്കയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഓരോ സിനിമകൾ കണ്ടു തുടങ്ങി. അപ്പൊ കണ്ടുവരുമ്പോൾ മമ്മൂക്ക ചെയ്ത ഡയറക്ടേഴ്സ് ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ജോഷ് സാറിന്റെ സിനിമ, എനിക്ക് ജോഷ് സാറിന്റെ സിനിമയാണ്. അപ്പൊ ജോഷ് സാർ ഇങ്ങനെ ആ സിനിമ ചെയ്യുന്നത് നമുക്ക് കുറെ സിനിമ കണ്ടപ്പോൾ അപ്പൊ മമ്മൂക്കയിലൂടെയാണ് അതിവിടെ തുടങ്ങി. ഐ വിഷ് സാറിന്റെ സിനിമ,
പിന്നെ എന്താ പറയാ നമ്മള് അപ്പം അടൂർ സാറിന്റെ സിനിമ, ഇതെല്ലാം മമ്മൂക്കയുടെ റീസണിൽ നിന്നാണ് ഈ ഡയറക്ടേഴ്സിന്റെ സിനിമകളെല്ലാം ഞാൻ കണ്ടു തുടങ്ങി. പിന്നെ ദളപതി കണ്ടപ്പോൾ ഡയറക്ടർ മണിരത്നം, അപ്പൊ മണിരത്നം എന്താ അപ്പം ദിൽസെ, അങ്ങനെ നമ്മള് നായകൻ അങ്ങനെയുള്ള സിനിമകൾ കണ്ടു. നമുക്ക് തെലുങ്ക് പടം ചെയ്ത് സ്വാധീകരണം കെ വിശ്വനാഥ് ഡയറക്ടറിന്റെ പടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടം, തെലുങ്ക് പടം, ഞാൻ അപ്പൊ സിനിമ എല്ലാം അറിഞ്ഞത് ഈ മമ്മൂക്കയുടെ കണക്ഷനിലൂടെയാണ്. അപ്പൊ എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്നത് അത്ര എന്റെ ലൈഫിൽ ഒരു ഭയങ്കര, അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പോകുന്നോ അതല്ല. എനിക്ക് മമ്മൂക്കനെ ഒരു ദൂരത്ത് നിന്ന് മമ്മൂക്കനെ ഇങ്ങനെ കണ്ട ആ എക്സൈറ്റ്മെന്റ് എനിക്ക് അതെന്റെ എന്റെ ഡ്രീം ചിലപ്പോൾ അതായിരിക്കും. എനിക്ക് അതിൽ തന്നെ ഞാൻ വലിയ സന്തോഷമാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ച എവിടാന്ന് വെച്ചാല് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വൈഫ് മമ്മൂക്ക ഫാനാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മൂക്കനോട് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ടീം നമ്മളെ വിളിച്ചു. ഞാൻ വൈഫിനോട് പറഞ്ഞ് അറിയില്ല മമ്മൂക്കൊന്നും നമ്മൾ അറിയാൻ ഒരു വഴിയില്ല, നമ്മൾ ചിലപ്പോഴേ ചിരിക്കത്തുള്ളായിരിക്കും, നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ മറ്റേ രണ്ടുപേരും പേടിച്ചതായിരിക്കും. ഇവളുടെ വിചാരം സിനിമയിലാണെന്ന് പറയുമ്പോ എനിക്ക് സിനിമ അറിയാലോ, എനിക്കറിയാലോ, എന്നെ അങ്ങനെ അധികം പേർക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെട്ടെന്നാണ് മമ്മൂക്കയുടെ എൻട്രി. മമ്മൂക്ക വരുന്നത് ദൂരത്തു നിന്ന് ഇങ്ങനെ ഒരു നോട്ടം നോക്കി, ഭയങ്കര ഷാർപ്പ് ലുക്കാണ് നോക്കുന്നത്. അപ്പൊ ആ നോട്ടം നോക്കിയപ്പോ തന്നെ ഞാൻ മറ്റേ പോയി കയ്യിൽ പോയി. നമുക്ക് പെട്ടെന്ന് നിങ്ങളൊരു ആക്ടർ അല്ലേ? ആ അതെ, ക്വീനിലൊക്കെ അഭിനയിച്ചു. അല്ല, നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഈ അടുത്തിറങ്ങിയായിരുന്നല്ലോ, കളർ പടം. അത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ. എന്റെ അമ്മോ, അത് ഭയങ്കര ലൈക്ക് എന്റെ വൈഫിനും അത് സന്തോഷമാണ്. കാരണം സിനിമയുടെ പുറകെ നിങ്ങൾ നടക്കുമ്പം ഇത്രയും വലിയൊരാൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പം അവർക്കും അതൊരു സന്തോഷമല്ലേ, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമല്ലേ, അതും ഭയങ്കര സന്തോഷമാണ്. അന്ന് നമുക്ക് ഭയങ്കര രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഫോട്ടോ എടുക്കാൻ നേരം മമ്മൂക്ക പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം, നിങ്ങളോട് പിടിച്ചിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഈ ക്യാരവാന്റെ ഡോർ ഇരിക്കുന്ന തുറന്നിട്ട് ഈ ഡ്രസ്സ് ഓക്കെ ആണത്. നിങ്ങൾ മറ്റേ ആ പടം ഉണ്ടല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ, അതിനകത്ത് മറ്റേ സുരാജേട്ടൻ തലേന്ന് സ്വപ്നം കാണില്ലേ, ഞങ്ങൾക്ക് ലിറ്ററലി ആ ഒരു ഫീൽ ആയിരുന്നു. നമ്മുടെ സ്റ്റാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമുക്ക് വന്നു ഫോട്ടോ എടുത്തു, കിഡ് ഫീല്. അത് ഞാൻ എന്നും ഓർക്കും. കാരണം എന്റെ കൂട്ടുകാരൊക്കെ തന്നെ ഞാൻ അന്ന് ആ ഡേ മമ്മൂക്കെ കാണാൻ പോകുമ്പോൾ അവന്മാരൊക്കെ തന്നെ ടെൻഷനില്ല. അവന്മാരൊക്കെ മറ്റാ ഡ്രൈവിംഗ് ലൈസൻസിലെ പോലത്തെ സീലായിരിക്കും, ചിലപ്പോ പഴി കിട്ടുന്നതിലേക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാരും എന്നെ പേടിപ്പിച്ചിട്ട് വരും. പക്ഷെ അത് ഓക്കെ, അധികം വൈകാതെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സിനിമേന്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് അവര് ഇപ്പൊ മീര ചേച്ചീന്റെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോ താല്പര്യമുള്ള ആളുടെ പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു. പക്ഷെ അഭിനയിക്കുന്ന സിനിമകൾ അവരന്ന് ചൂസ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. നല്ല കഥകൾ കിട്ടുന്നതാണ് കുറെ പേർക്ക് ലക്കില്. ചൂസ് ചെയ്തിട്ടല്ല, ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല അഭിനയിക്കണേ. ഇങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ അതിലൊക്കെ കോൺഷ്യസ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരു അവാർഡ് കിട്ടുന്ന ക്യാരക്ടർ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്യുക. അത് നോക്കുമ്പോൾ അശ്വിൻ ഇപ്പോഴത്തെ ഒരു തലമുറേനെ ഇപ്പോഴത്തെ തലമുറ നമ്മുടെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേഷനിലോട്ട് എത്തിയപ്പോഴത്തേക്കും ആ ഫിലിം സ്റ്റഡി കുറച്ചുകൂടി സീരിയസ് ആയി. ഇപ്പൊ ഞാൻ പറയാം, പണ്ട് ഒരു 15-20 കൊല്ലം മുന്നേ ഒക്കെ, ഒരു 15 കൊല്ലം മുന്നേ ഒക്കെ ഈ ഫിലിം ക്രിട്ടിക്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമുക്ക് അറിയില്ല. ഇന്ന് ഫിലിം ക്രിട്ടിക്സ് ചെയ്യുന്നവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാണാം. അപ്പം അത്രയും നമ്മുടെയൊക്കെ സിനിമ നോളജ് അത് മൊത്തത്തിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സിനിമയെ പറ്റി പഠിക്കുന്നു. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉറപ്പായിട്ടും, അതുകൊണ്ട് ഈ തലമുറയിൽ നിന്ന് വരുമ്പോൾ ഉറപ്പായിട്ടും അവർക്കറിയാം ഏതാണ് ആർട്ട് ഫിലിം, ഏതാണ് കൊമേഴ്ഷ്യൽ സിനിമ. ആർട്ട് ഫിലിമിലാണെങ്കിൽ അതിലെങ്ങനെയൊക്കെ ആയിരിക്കും, അത് വളരെയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന, എനിക്കൊന്ന് ഇനിയുള്ള വരുന്ന ജനറേഷൻ കുറെ കൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. സിനിമ അറിയാം എല്ലാവർക്കും ഇപ്പം, അതല്ലേ? അതാണ് ഈ ഒരു നമ്മുടെയൊക്കെ ഒരു ഇപ്പൊ ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറയുന്നതാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞ റിവ്യൂസ് നോക്കാറുണ്ടോ? യൂട്യൂബില് നോക്കുന്നുണ്ട്? നോക്കും. പക്ഷെ നമ്മളിപ്പം ഞാൻ പറയാം, ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം പൊതുവേ എന്റെ സ്വഭാവം വെച്ച് വേറെ ഒരാൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ല. എന്നോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ
എനിക്ക് തോന്നണം അത് ചെയ്യണം. അതാണ് എൻ്റെ പൊതുവായ സ്വഭാവം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു റിവ്യൂ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ട് നമ്മളൊരു റിവ്യൂ നോക്കാറുണ്ട്, ഇത് കാണാറുണ്ട്. ചില റിവ്യൂ കോമഡി രീതിയിൽ ചില കാണിക്കുന്നു, അതും കാണാറുണ്ട്. ബട്ട് ഇത് ഹേർട്ട് ആവുന്ന പോലത്തെ രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള പരിപാടി. ഇതൊരു സിനിമയുടെ കാര്യമല്ല, മൊത്തത്തിൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഇനിയും പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ള സംഭവമാണ് എല്ലായിടത്തും നടക്കുന്നത്. അതാണ് പ്രേക്ഷകരുടെ ഇഷ്ടം ആണോ റിവ്യൂവറുടെ ഇഷ്ടം എന്നുള്ളത് രണ്ടും രണ്ടായിരിക്കും. പ്രേക്ഷകറിനെ ചിലപ്പം ഇപ്പം ഞാൻ സിനിമ പേരെടുത്ത് പറഞ്ഞില്ല, ഒരു കുറെ റിവ്യൂവേഴ്സ് അടിപൊളി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പിന്നീട് അത് OTT വന്നിട്ട് ആൾക്കാർ ആ സിനിമയെ നീ എടുത്തുകൊടുക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനൊന്നും ഇല്ല ഇതില്. ഒരു ഭാഗത്തിന് എന്താണ് ഇഷ്ടം അത് ആയിരിക്കും കൊമേഴ്ഷ്യൽ സക്സസ്. ഓക്കെ ഇനി എൻ്റെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചർച്ച, ഇപ്പോൾ സിനിമാ മേഖലയിലെ ചർച്ചയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ WCCന്റെ കുറെ കാലത്തെ പ്രയത്നം കൊണ്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് ശരിക്കും? നല്ല ഉറപ്പായിട്ടും നല്ല കാര്യമല്ലേ. അന്ന് അത് അങ്ങനെ വരുമ്പം നമുക്ക്, ഞാൻ പറഞ്ഞത് സിനിമയെ ഒരു കാര്യമുണ്ട്, എല്ലാരും പറയില്ല ഈ സിനിമാക്കാര് ആ സിനിമാക്കാരാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഫസ്റ്റ് കൊണ്ടുവന്നേന്നുള്ളത് വളരെ നല്ലതാണ്. ഇനി ഇതെല്ലാ മേഖലയിലും വരണം. എല്ലായിടത്തും ഇതുപോലെ കമ്മിറ്റികളും കാര്യങ്ങളും വന്ന് ഉറപ്പായിട്ടും നമുക്ക് സുരക്ഷിതത്വം വേണം അല്ലേ. അത് ഉറപ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനി കൂടുതൽ പോട്ടെ. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ഈ ഇപ്പം എന്താ പറയാ, ഒരു ഈ മാധ്യമങ്ങൾ വരുന്ന, ഇപ്പം ഇന്നലെ രാജുവേട്ടൻ ഇന്നലെ പറഞ്ഞില്ല, മാധ്യമങ്ങളിൽ വരുന്നതിനോട് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി ശരിയാണ്. എല്ലാം അതിലോട്ട് വിശ്വസിക്കാത്ത, ഇപ്പൊ ചില ആളുകളുടെ പേര് ഇന്ന് പറയുന്നു, നാളെ പറയുമ്പോൾ ഇതേ അല്ലാതെന്നും പറയുന്നുണ്ട്. അപ്പം കറക്റ്റ് വിധി വരുന്ന എന്താണോ അതിനനുസരിച്ച് അവർക്കൊക്കെ ശിക്ഷ കിട്ടും. ഇവരുടെയൊക്കെ ഒരു പേര് പുറത്തുതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വിഭാഗം വരുന്നുണ്ട്. അത് വേണ്ട, അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണം എന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഇപ്പൊ ചെയ്തവരുടെ ഒരു അതല്ല, അതൊന്നും പ്രൈവസി ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തില് എങ്ങനെയാണ് പ്രൈവസി, അങ്ങനത്തൊന്നുമില്ല. അതൊക്കെ ചർച്ചകൾ വരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും വരട്ടെ. കറക്റ്റ് ആയിട്ടുള്ള വിധി വരണം, അത് ഉറപ്പായിട്ടും വരണം. അതിനു വേണ്ടി നമ്മുടെ ഗവൺമെന്റും അതിനനുസരിച്ച് ഇതാവണം. ഇപ്പൊ ഇതായിട്ട് റിലേറ്റ് ചെയ്തല്ല, ഞാൻ വേറൊരു ഇതിൽ ചോദിക്കാം. നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഈ ചർച്ച ഇനി കുറച്ച് ഈ ഒരാഴ്ചത്തേക്കുള്ളതാണ്. കാരണം ഒരു 3 ആഴ്ച മുന്നേ അത് വയനാടായിരുന്നെങ്കിൽ പിന്നെ മുല്ലപ്പെരിയാറായി, ഇപ്പൊ മുല്ലപ്പെരിയാറില്ല, ഇനി ഇതും മാറുന്നതാണ്. ഈ ഒരു ചർച്ച വന്ന് അതിൽ നിന്നും എല്ലാരും ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തി പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പായിട്ടും. ഇപ്പൊ പുതിയ വരുന്ന ഇപ്പൊ സ്ത്രീകളെ പോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ പുതിയ വരുന്ന ആളുകൾക്കും ഇതുപോലത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ബഷീറിന്റെ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ ഓഡിഷന് പോകുമ്പോൾ ഫേസ് ചെയ്ത് പൈസ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രഗിൾ വരുന്നില്ലേ പുതിയ ആൾക്കാർ ഇതേപോലെ ഫേസ്? അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻസൾട്ടും ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ ഒരു പൊതുവായ സാധനം, മനുഷ്യരൊക്കെ തന്നെയാണല്ലോ ഇതിന്റെയൊക്കെ നിൽക്കുന്നത്. വളരെ മനുഷ്യരുടേതായ പൊതുവായ സ്വഭാവങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ എത്രയോ കൂട്ടുകാർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അവർക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ഇപ്പം ഈ പൈസയുടെ കാര്യം കുറെ കൂടി ഓഡീഷൻ മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു കുറെ നാള് മുന്നേ ട്വീന്റെ ഒക്കെ സമയത്ത് അതിന് മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓഡീഷൻ എന്ന് പറയുന്നത് തന്നെ മറ്റേ ഏതെങ്കിലും കാസ്റ്റിംഗ് കമ്പനിക്കോ മോഡൽ കമ്പനിക്ക് അവർ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ഇത് വിളിക്കുന്നത്. ഒരുപാട് പേരെ വിളിക്കും, എന്നിട്ട് പറയും സെലക്ട് ആയെന്നും പറയും. സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് ഉണ്ട്, ഇതിന് ഫോട്ടോഷൂട്ട് ഉണ്ട്, ഫോട്ടോഷൂട്ടിന് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ വെക്കും, പിന്നെ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പോയിട്ട് ഒരു സംഭവം നടക്കാൻ. അപ്പം അതൊരു ഒരു കാലത്ത് അതായിരുന്നു. ഇന്ന് കുറെ കൂടി മാറ്റമുണ്ട്. എന്ന് പറഞ്ഞാൽ 1-2 ഓഡിഷൻ പോയവർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പിൽ കുറെ പേർക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇന്നടുത്ത് നടക്കുന്നുണ്ട്, ജെനുവിനാണെന്നൊക്കെ പറയുന്ന
ഗ്രൂപ്പുകളും ഉണ്ട്. മാറ്റം വരട്ടെ. ഇപ്പൊ ഈ സിനിമാ പ്രേമികൾക്ക് ഇടയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരേക്ക് ഇപ്പൊ ഈ ഒരു അമ്മ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിന്റെ ഒരു വിഷയം കുറച്ച് പ്രശ്നമാവും തോന്നുന്നുണ്ടോ? എങ്ങനെ സിനിമയ്ക്ക് ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നാൽ ഓൾറെഡി നമുക്ക് ആ സംഭവം സിനിമാ പ്രേമികൾക്ക് ഉണ്ടാവില്ല, പക്ഷെ ഓൾറെഡി അവർക്ക് ഫാമിലി വീണ്ടും പ്രശ്നമാകുന്നു. അതല്ലേ അവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടാണ് എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം. സിനിമയിലാണ് ഇങ്ങനെയുള്ള കാര്യം ആദ്യം വന്നതും ആദ്യം ചർച്ച ചെയ്യുന്നതും അല്ലേ. ഇത് എല്ലാ മേഖലയിലും എന്താ തോന്നിയിട്ടുള്ളത്, എല്ലാ മേഖലയിലും ഇതുണ്ട്. അപ്പം നമ്മളെ ഇതിലാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ടാലന്റുള്ള അവരുടെ കുട്ടിയെ വിടാതിരിക്കരുത്. ഇത് ഇങ്ങനെ കുറെ പേരുണ്ടാവും, അല്ലാത്തവരും ഉണ്ട്. ഇപ്പോഴുള്ള തലമുറ അതല്ല, അങ്ങനെ ഉണ്ട്. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഇത് വരട്ടെ. ഇപ്പം ഇതുപോലെ കമ്മിറ്റി വന്നപോലെ എല്ലായിടത്തും വരട്ടെ. എല്ലായിടത്തും ഈ സുരക്ഷിതത്വം ഇങ്ങനെ ഇത് വരട്ടെ. ഇതൊരു ഇതിനെ മാത്രമല്ല, ഇതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് മറ്റേ ഈ സിനിമയ്ക്കൊന്നും പോകണ്ട അങ്ങനത്തെ അല്ലേ, ഒന്നുമില്ല. എല്ലാ മേഖലയിലും ഇതുണ്ട്. എല്ലാ മേഖലയിലും ഇതുണ്ട്. പക്ഷെ സിനിമയിൽ അത്ര സുരക്ഷിതമായ ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഞാൻ എന്റെ സെറ്റിനെ പറഞ്ഞപ്പോൾ എന്റെ സെറ്റില് എല്ലാവരും എത്രയോ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അഭിനയിച്ച ഇപ്പോൾ ഉള്ള ഇപ്പം ആർക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും നമ്മൾ ആ സിനിമയുടെ സെറ്റ് ഷൂട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവരും നമ്മളോട് പറയുന്നത് നമുക്ക് ആ സെറ്റ് മിസ്സായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണ് സിനിമ മൊത്തം പ്രശ്നമാണല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഈ സെറ്റിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുള്ള സെറ്റുകളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാക്കുകയും വേണം. ഉറപ്പായിട്ടും അതിന് നടപടി എടുക്കണം. ഞാനും പറയുന്ന ഇന്റർവ്യൂവിൽ മുന്നേ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഇത്രയും വലിയൊരു ജോബ് എന്ന് പറയുന്നത് വീട്ടുകാരെ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏക ജോബാണ് സിനിമ സെറ്റിൽ. അതാണ് അങ്ങനത്തെ ഒരു സെറ്റാണ്. അതാ പറഞ്ഞത്. ഈ ചിലപ്പോ എന്താ അറിയില്ല, ചിലപ്പോ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പോലും പണ്ട് സിനിമ നമ്മുടെ വിചാരം പണ്ട് സിനിമ എന്ന് പറയുമ്പോ എന്താ യൂണിറ്റ് 20 സിനിമ വേറെ. ഇപ്പൊ ഞാനിതിനകത്ത് വന്നപ്പോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെയും ജോലി ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ കറക്റ്റ് ടൈമിൽ ജോലി ചെയ്ത ആൾക്കാർ തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അതൊരു വ്യത്യാസം. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് പ്രിവിലേജ് ഒക്കെ ചിലപ്പോ കിട്ടും. എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സിനെ അതുപോലും പലരും പല പടത്തിന്റെ റൈറ്ററാണ് പോലും. അപ്പൊ ഈ ആക്ടേഴ്സിനാണ് കൂടുതൽ പ്രിവിലേജസും ഇത് പറഞ്ഞു കേട്ട പോലെ തന്നെ സക്സസ്ഫുൾ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, സക്സസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരെയാണ്. സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു.